हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव, आई एम महादेव। तो दोस्तों, आज हम देखने वाले हैं आकाशा दूतू फिल्म को, जो कि 1993 में रिलीज़ हुई थी। इस फिल्म में लीड रोल में हैं माधवी एंड मुरली। और दोस्तों, इस फिल्म को डायरेक्ट किया है सिबी मलयाल ने, और इस फिल्म को लिखा है डेनिस जोसेफ ने। तो बिना किसी देरी के हम इस फिल्म को देखते हैं। लेकिन देखने से पहले आपको याद दिला दूं, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले, लेट्स वॉच आकाशा दूतू। लेट्स वॉच। उसका बच्चा है। अच्छा, ये बाकी बच्चे हैं। चार बच्चे मतलब इनके। അയ്യോ, ഇപ്പോഴും നല്ല ചൂടുണ്ടല്ലോ. മരുന്ന് ഇന്നലെ തീർന്നുണ്ടല്ലോ. അങ്ങനെ തറുതല പറഞ്ഞ് ശീലിക്കണ്ട. ടോണി, എഴുന്നേക്ക് മോനെ, എഴുന്നേക്ക്. मीनू, कुഞ്ഞിനെ എടുത്തോ. ये लकड़ी में बना रखा ना। चाय दे रही है बच्चा। ये है ना सब। മക്കളൊക്കെ പ്രായമായി വരിക. അതുങ്ങളൊക്കെ കണ്ണി കണ്ടതൊക്കെ വലിച്ചേറ്റി തലേം തിരിഞ്ഞ് വന്ന് കയറും. അത്യാവശ്യമുള്ളതൊക്കെ മറക്കുകയും ചെയ്യും. दवाई भूल गया था। കേറായി. ഇപ്പൊ തന്നെ ഉണ്ട് നല്ലൊരു തലവേദന. ഞാൻ പോവാ. कहाँ जा रही है? जॉब पे जा रही है। ഈ ചാച്ചന് ഒരു ഓർമ്മയില്ല. പരീക്ഷ കഴിഞ്ഞില്ലേ? ഇന്നലെ രാത്രിയിലേ ചാച്ചൻ വന്നത് മോൻ കണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. മഴ തോർന്നിരുന്ന സമയം നോക്കി ഇങ്ങനെയും കൂട്ടി സൈനബ കുടക്കടവിലെത്തി. എന്നിട്ടേ ശരി പോന്നുള്ളൂ കേട്ടോ. വെള്ളത്തിലേക്ക് വീണു. ശബ്ദം കേട്ട് ഇന്നലെ രാത്രി ശരിക്കും മോള് കണ്ടായിരുന്നോ? പിന്നെ ഞാനും അമ്മച്ചി മാടൊക്കെ തന്നെ ഉണ്ട്. ഇന്നലെ 4 കാലയിലായിരുന്നു. ഒറ്റ വീക്ക് വെച്ചാൽ ഞാൻ മക്കള് വാവോ चर्चा नहीं। शराब पी रहा है। वो ये जो बहुत सारी फिल्म में कॉमेडी रोल करता है। अच्छा, ये भी है इसमें। ये तो बहुत सारी फिल्म में रहते हैं ना। क्या इनका नाम? नेदो मोदी वेणु, ऐसी कुछ नाम है। नेदो मोदी वेणु। ജമാനെ ജമ്മാത്തന്റെ മറ്റേ താനോ? കാറ്റല്ല, കൊടുങ്കാറ്റും പേമാരിയല്ല ഒന്നിച്ചു വന്നാലും തമ്മെത്ര പട്ടം കിട്ടാതെ ജൂനിയേഴ്സിന്റെ കപ്പേരായിട്ട് നടക്കുകയല്ലോ. താൻ എന്റെ കൂടെ പഠിച്ചാൽ പുറത്ത് പറയാൻ എനിക്ക് നാണക്കേടാ. ഏത് പുള്ളി? മറ്റേ പുള്ളി. ഏത് മറ്റേ പുള്ളിയാണെന്നല്ലേ ചോദിച്ചത്? എന്നെ കൊണ്ട് പറയിപ്പിച്ച് കിടങ്ങൂല്ലേ?
നാട്ടിൽ കൂടി മര്യാദയ്ക്ക് കിടക്കുന്ന പെമ്പിള്ളേരെയൊക്കെ പിടിച്ച് ജർമ്മനി കൊണ്ടുപോവാം, അന്റാർട്ടിക്കയെ കൊണ്ടു പണിക്കാരായ തന്റെ ചേട്ടന്മാരും അനിയന്മാരും തോട്ടം മുതലാളിമാരായത് സ്കൂളുകളിൽ നിന്ന് പിള്ളേരുടെ ഗ്രൂപ്പ് ഫോട്ടോ മോഷ്ടിച്ചെടുത്ത അനാഥ പിള്ളേരാണെന്ന് പറഞ്ഞ അമേരിക്ക കണ്ട ചെമ്മാനും ചെരുപ്പ് കുത്തിക്കും ഒക്കെ അങ്ങനെ തോന്നുന്നു. ഞാൻ കയറ്റി അയച്ച ഏതെങ്കിലും ഒരു പേരിൽ 10 കാശ് ഞാൻ സ്വന്തം പോക്കറ്റിലിട്ടു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് തരാമോ? ചുമ്മാ എന്താ അവിടെ ബഹളം? എന്താ പറയാ? ഞാൻ ഈ ഫാദറിനെ ഫാദർ എന്ന് വിളിച്ചു. അതിന് എന്നോട് ഒന്ന് നന്നാവുമെന്ന് അറിയണമല്ലോ. ഇത്രയും കാലം കർത്താവ് വിചാരിച്ചിട്ട് നന്നായില്ല, പിന്നെയാ ഇനി വട്ടപ്പാറ അച്ഛൻ. അല്ലെങ്കിലും ഇത് ഞാൻ എങ്ങനെയോ അച്ഛനായി. എനിക്ക് കുർബാന ചൊല്ലാൻ പോലുള്ള യോഗ്യതയില്ല, എങ്കിലും എന്നോട് ചാണകം വരാനൊക്കെ കൂടെ. ആ ചെല്ലിയല്ലേ. अच्छा सिखाती है शायद म्यूजिक. अच्छा इसका पता. उनका बच्चा. എന്താ കേശവേട്ടാ രാവിലെ നോക്കി പേടിപ്പിക്കുന്നത്? എന്താടി ഇപ്പൊ വലിയ മുതലാളി നമുക്ക് എന്തോന്നും നില ചേട്ടാ, അന്നും ഇന്നും കറവ തന്നെ. എല്ലാ കറവക്കാർ പാല് വാങ്ങിച്ചോണ്ട് പോയാ മതി, അതിനകത്ത് പഞ്ചാരയിട്ട് ഇളക്കണ്ട. അത് പള്ളിക്ക് പുറത്ത് ചുമ്മാ ചൂടാകാതെ ചെമ്മാശൻ തന്റെ चर्च में हो रहा है. പാലത്തേക്ക് പൊക്കോ. चर्च की गौशाला है. ചുമന്നോണ്ട് നിക്കാതെ അതാ വാഴ ചോട്ടിക്കൊണ്ടിരോ അല്ലേ. നിങ്ങളിങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് പള്ളിപ്പറമ്പിൽ താമസിക്കുന്നതിനെ കുറിച്ച് സഭയിൽ ചിലർക്കൊക്കെ എതിർപ്പുണ്ട്. നിങ്ങൾ ഈ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോകുവച്ചോ? പെട്ടെന്ന് മാറാനല്ലല്ലോ പറഞ്ഞത്, 1-2 കൊല്ലങ്ങൾക്കകം. പള്ളി വെച്ച് കെട്ടിച്ചണമെന്ന് പറഞ്ഞ് രണ്ടും കൂടി ഓടി വന്നത് ഓർമ്മയുണ്ടോ? ജോണിയുടെ സ്വഭാവം അച്ഛനറിയാമല്ലോ. അവന് കിട്ടുന്നത് ചാണ്ടിയുടെ ചാരായ ഷാപ്പിൽ കൊടുക്കാൻ. ഞാൻ പറഞ്ഞാൽ അരമനയെന്ന് കുറച്ചു കാലത്തേക്കൊക്കെ കേൾക്കും, കുറച്ചു കാലത്തേക്ക് മാത്രം. അതോ चारी के जॉब छोड़ के अभी क्या. അത് ഒറിയൽ പ്രോബ്ലം തന്നെയാണ്. ഒരു മദ്യപാനി മനസ്സ് മാറി നന്നാകുക, പിന്നെ അയാൾ. ഞാൻ ആലോചിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയുള്ളൂ. 12. അയ്യോ, തീരെ കൊച്ചായി പോയല്ലോ. സാരമില്ല. പ്രവൃത്തി നിർധനരായ സാധു ക്രിസ്ത്യാനി പെൺകുട്ടികളെ നഴ്സിംഗ് ജോലിക്കും പ്രേക്ഷിത വേലയ്ക്കും ഒക്കെ ആയിട്ട് ജർമ്മനി, ഇറ്റലി, ഡെൻമാർക്ക് കണ്ട മാതാമാരുടെ വിഴുപ്പലകുന്ന പണിയാണ്. അട്ടപ്പാറ അച്ചോ, ആ കളി ഇവിടെ അവരുടെ കൊച്ചിനെ ഇയാളുടെ വിട്ടിട്ടൊന്നും കേട്ട് ആന് പേടിക്കണ്ട. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. പിന്നെ നിങ്ങളെ ഇഷ്ടം. മദ്യപാനമൊക്കെ ഞാൻ നിർത്തിത്തരാം. ഇതിനേക്കാൾ കൊടികെട്ടിയ കുടിയന്മാരുടെ കുടിയൊക്കെ ഞാൻ മുമ്പ് ധ്യാനഗുരുവായിരുന്ന കാലത്ത്. ഇവിടെ കൂടെ തൊപ്പിട്ടെ. കാല് വയ്യാത്ത ഇളയ ചെറുക്കൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അവനൊരു പനിയും മേലായി മരുന്ന് വാങ്ങിക്കാനാ. കണക്ക് നോക്കിയ അത് വെറുതെ ആൾക്കാർ കുശുമ്പ് പറയുന്ന മുതലാളി. വല്ലപ്പോഴും പഴയ നടു ഡ്യൂട്ടി സമയത്ത് അങ്ങനെ അടിച്ചെന്നറിഞ്ഞ ഈ കളിതമാശ കുടുംബസ്വപ്നമല്ലല്ലോ. മതി മതി, വന്ന് വണ്ടിയെടു. ഓ
एमएल में काम करता शायद। തിയേറ്റർ പഴുത്തല്ലോ കൂട്ടാ. ആ നീ ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക. ടീച്ചറെ ആ ഞാൻ എടുക്കണം. എല്ലാ ദിവസവും വേണ്ട ടീച്ചറെ. വല്ല ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഇവിടുന്ന് പോകുന്ന വഴിക്കോ വൈകുന്നേരോ ടീച്ചറിന് കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട. വേറൊന്നും കൊണ്ടല്ല, 3-4 ज़्यादा घर में आए हैं। എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുതേ. वैसे लग रहा है आराम ही। ये क्यों रोक रहा है? ये रुक क्यों नहीं रहा? साइकिल पे जा रहा है। साइकिल में मोटरसाइकिल में। ये रुक क्यों नहीं रहा है? पता नहीं। എന്നെ പട്ടിണിക്കിടരുത്. അടുത്ത മാസമെങ്കിലും ക്രിസ്ത്യാനിക്കാനുള്ള കാശ് നീ ഉണ്ടാക്കി തരണമേ. ഇരി കത്തിച്ചപ്പോഴേ നല്ല എണ്ണം പറഞ്ഞ് കുടിയാറിന് ഒരുത്തൻ വരവുണ്ടോ? वही आ गया। चुप क्यों रहा है उसको देख के? पता नहीं। ये रुपए तो नहीं देने होंगे इससे। हो सकता है। പുറകിലുണ്ടോ? ഒരടക്കും മറയൊക്കെ വേണ്ട എന്റെ പൊന്നച്ചോ. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് അവിടെ എത്തിക്കില്ലായിരുന്നു. ജോണി ഏത് ജോണി? ആ ജീപ്പിൽ വന്നവൻ. ഓ ജീപ്പിൽ വന്ന ജോണിയാ? എന്തിനാ അത് ഞാൻ അച്ചോ ഒരു സൈസ് മറ്റേ വർത്താനം പറഞ്ഞു കേട്ടോ. ഇതെന്റെ ചോറാ. പല കുടുംബങ്ങൾ കഴിഞ്ഞാൽ എന്റെ ഒരു കയറി ഷാപ്പിൽ എങ്ങനെ ഇരുന്നാ വിശ്വാസികളായ കുടിയന്മാർ ആരെങ്കിലും എന്റെ കടയിലോട്ട് വരുമോ? അവനെ കാണാതെ ഞാൻ പോകത്തില്ല. ओ ये भी आ गया। പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വട്ടപ്പാറ അച്ഛന്റെ തനിനിറം നിങ്ങൾക്ക് अभी सोचिए तार भी नहीं आ रहे हैं। ഇതുവരെ ഞാൻ മര്യാദ സംസാരിച്ചു. ഞാൻ കൈവച്ചു ये तो हमेशा इसके पीछे था बड़ा। അല്ല ഇത് പോയി देखा नहीं होगा। ഞാനിവിടെ നമ്മുടെ ജോണിക്ക് കുറച്ച് ഗീവർഗീസ് മാത്യു तो भाग गया। फिर भी क्या आगे उसने उन रुपये कितने दिए थे भाई? अबे ये रुपये उसने लिए थे। लागे था भाई। എന്താ നിന്ന് കളഞ്ഞേ? വാ മക്കളെ. बच्चे नाराज हो गए। उसकी बीवी भी हो गई नाराज। उसमें क्या डाल दिया इसने? दवाई होगी। मुझे लगा उसी के यहाँ पी लेते शायद इसने। എനിക്കൊന്നും കേൾക്കണ്ട. ഇത് കൊണ്ടുപോയി മക്കൾക്ക് കൊടുക്കും. കുളിച്ചിട്ട് വാ, അത്താഴം വിളമ്പാ. നാളെ മുതൽ നിന്നാണ് ഞാൻ. ऐसी बोलता है। ഒരു സദ്വാർത്ത. ഫാദർ ജെയിംസ് അമ്മഞ്ചേരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വമ്പിച്ച രോഗശാന്തി ആഭാസന്മാർ, മദ്യം വിൽക്കുന്ന ആഭാസന്മാർ, ഇവർക്കെല്ലാം ധ്യാനവേദിയിലേക്ക് സ്വാഗതം.
മർദ്ദിതരെ പീഡിതരെ ഇതാ നിങ്ങൾക്കൊരു സദ്വാർത്ത. എന്റെ പൊന്നും കൊടുത്ത് കർത്താവേ, കൂടി ധ്യാനമൊന്നും പറഞ്ഞറിഞ്ഞ എന്നെപ്പോലുള്ളവരുടെ കഞ്ഞിൽ മണ്ണ് വീഴത്തേ ഉള്ളൂ. വെറുതെ എണ്ണാവുന്ന കുടിയന്മാർ ഈ ചാണ്ടിയുടെ ആഫീസ് പൂട്ടിപ്പോ കർത്താവേ. ചാണ്ടി എന്തു കർത്താവേ? ചാണ്ടി ഓ इसे भी ഞാൻ അടിക്കുന്നവനാരെ മുട്ടപ്രിയ. आया था जो അയ്യോ ഞാൻ ഈ പറയുന്ന പോലെ അങ്ങനെ വലിയ കുടിയനൊന്നും അല്ല. इसी घर चले गए. നീ താൻ കുടിക്കുന്നതിന്റെ അളവറിയാൻ ആനയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. താൻ വശപ്പശ ചികിത്സ കൊണ്ട് മാറും, ചിലർക്ക് ആത്മീയത കൊണ്ട്. ആത്മീയതയ്ക്ക് ഇതുപോലുള്ള പ്രാർത്ഥനയൊക്കെ സഹായിക്കും. പോണം. ഒരു 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ പല വിചാരത്തോടെ ഇരിക്കാതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടേ കാര്യം. वहाँ जा रहे हैं ना, सभा में जा रहे हैं शायद. अच्छा ये भेज रहे हैं. ഇറങ്ങി വേഗം ഇറങ്ങ. പിടിക്കലേ ഇറങ്ങാന്നേ. फिर से उसका मन कर रहा है शराब पीने का, कि उतरना जाए फिर से. अरे अबे വണ്ടി എടുക്കാൻ പറ. യാത്രക്കാരൻ ഇഷ്ടത്തില്ലേ ഇറങ്ങുന്നത്? फिर से उतर गया. अब इसके बच्चे देख लेंगे, ऐसा लग रहा है मुझे. ये गाड़ी आ रही पीछे, उसी की गाड़ी से, दूध वाली की. अब इनको छेड़ेगा देखो. ജോണിച്ചൻ വീട്ടുണ്ടോ മോളെ? ഒരാളുടെ വീട്ടിൽ 2 പശുവിന് കൊടുക്കാനെന്ന് പറഞ്ഞിരുന്നേ. ചാച്ച വീട്ടിലില്ല. अबे इसने बता दिया. ഒരേക്കൊരു 3 दिन बाद आएगा. ചിലപ്പോ എന്നെ തന്നെ വരാനും മതി. उसी घर जा रहे थे, घर जा रहे शायद वो. इसको पता लग गया. ये बच्चे समझ गए. वो पीने के बाद पता नहीं कहाँ रहे हो. മോനൂട്ടാ കരല്ലേ? क्या किया? ഞാൻ പോകുന്നത്. എനിക്ക് സംസാരിക്കാനുള്ളത് ആനിയോടാ. എത്ര കാലമായിട്ട് ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാം. മനുഷ്യപ്പറ്റില്ലാത്ത പെരുമാറ്റം കാണുമ്പോൾ അനി നമ്മൾ രണ്ടുപേരും മാത്രം അറിയുള്ളൂ. ദൈവത്തിനാണ് സത്യം. उसके बच्चे सुंदर उठा दिया. चल नहीं पाता है, उसके पैर में प्रॉब्लम है. सही है उसने. बड़ा हरामजादी है अंकल. बच्चों ने पैर तो नहीं कर दिया उसकी. ओहो भाग खदेड़ दिया उन्होंने से. फिर उठा दिया. ओहो कांच तोड़ दिया, तोड़ दिया से कांच. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ 3 ഞങ്ങളുടെ दिनों के लिए പ്രാർത്ഥന जा रहे हो, दोबारा वापस आ ഞങ്ങളുടെ गया. പ്രാർത്ഥന കേൾക്കണമേ. खाने रेडी करा था ये. उसे पता चल गया. फिर पी के आ गया. എല്ലാരും 3 ദിവസം തുടർച്ചയായിട്ട് ധ്യാനിക്കേണ്ട കാര്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ഞാനത് ഒറ്റ ദിവസം കൊണ്ട് നിർത്തും. कोई बात नहीं करेगा उससे.
गुस्सा हो रहा है। मुझे पता नहीं घर में क्या हुआ है। उसकी वाइफ भी परेशान हो गई। കൂടി പൂർണ്ണമായിട്ട് നിർത്താൻ ഈ ജന്മം എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. എനിക്ക് പറ്റുന്നില്ല അനി. നിനക്കറിയാലോ, ചുമ്മാ ഒരു രസത്തിന് തുടങ്ങിയതാ. അപമാനിക്കല്ലേ അനി. മക്കളുടെ മുമ്പിൽ അപ്പം മഹാനാണെന്ന് വേണമെങ്കിൽ പറയാം. മതിയോ? മതി. രക്ഷപ്പെടാനുള്ള അവസാന ശ്രമമായിരുന്നു ആ ധ്യാനം. അപ്പന് വേണ്ടി ഞാൻ പ്രതീക്ഷിച്ചു പോയല്ലോ എന്റെ കർത്താവേ. അനി